ആകാശവാണിയിലെ ഒരു പ്രോഗ്രാമിൻ്റെ പേരാണ് വയലും വീടും. ഇന്നത്തെ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതുന്ന 1-ാം ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യത്തിലാണ് ഈ ഇമേജറി പൗലോസ് ശ്ലീഹ ഉപയോഗിക്കുന്നത്. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്, നിങ്ങളാകട്ടെ അവിടുത്തെ വയലും വീടും. വയലിനെയും വീടിനെയും തമ്മിൽ കൂട്ടി കണക്ട് ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണില്ല. കുറച്ചുകൂടി ഡീപ്പറായിട്ട് ചിന്തിച്ചാൽ രണ്ടും അൺഫിനിഷ്ഡ് ആണ്. ഒരു വയൽ എപ്പോഴും അൺഫിനിഷ്ഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഒന്നുകിൽ അത് വിതയ്ക്കപ്പെട്ട രീതിയിൽ, അല്ലെങ്കിൽ വളരുന്ന രീതിയിൽ, അല്ലെ കൊയ്ത്തിന് ഭാഗമായി, അല്ലെ കൊയ്ത് കഴിഞ്ഞത്. വീടും അങ്ങനെയാണ്, എപ്പോഴും ഇൻകംപ്ലീറ്റ് ആയിരിക്കും. വികാരിച്ചൻ വീട് വെഞ്ചരിക്കാൻ വരുന്ന സമയമാണ് ഇത് കംപ്ലീറ്റ് ആകുന്ന സമയം. അത് കഴിഞ്ഞ് അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം മുതൽ ഇത് ഇൻകംപ്ലീറ്റ് ആയിട്ട് കാണപ്പെടും. അമ്മമാർക്കൊക്കെ അറിയാം. നമുക്ക് ഒരുപാട് സമയം വയൽ ചെലവഴിക്കാൻ പറ്റില്ല. കാലിച്ചെളി പറ്റും, നമ്മളെ കൊതുക് കടിക്കും, ഈച്ച കടിക്കും, നമുക്ക് അസ്വസ്ഥതയുണ്ട്. വീടും അങ്ങനെയാണ്. പണ്ടൊരു കൊച്ച് അവൻ്റെ സിബ്ലിങ്ങിനെ കുറിച്ച് ഒരു കവിത എഴുതി, മൈ സിബ്ലിംഗ് ഈസ് ലൈക്ക് എ മോസ്കിറ്റോ, ഹി ഓൾവേസ് ബൈറ്റ്സ്. വീട് അപൂർണമാണ്, പക്ഷെ വീടിനെ വയലിനെയും കോമൺ ആക്കുന്ന ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് അത് ഇറ്റ്സ് ഓൾവേസ് ഗ്രോയിങ്. അതാണ് ഇന്നത്തെ സുവിശേഷ ലേഖനം നമ്മളോട് പറയുന്നത്. ദൈവമാണ് വളർത്തുന്നത്. ഇത് ആരിലേക്ക് വളരുന്നു എന്നുള്ളതാണ് പരമപ്രധാനം.